അടുത്ത വർഷം നമ്മുടെ അതിരൂപത സമുദായ ശാക്തീകരണ വർഷമായിട്ടാണ് ആചരിക്കുക. ഇതിൻ്റെ ഒരു ആലോചനാ യോഗത്തിൽ സഭ നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളെക്കുറിച്ച് അച്ഛന്മാരും അൽമായരും നേതാക്കളും ഒക്കെയും പറഞ്ഞു. മറ്റ് സമുദായങ്ങൾക്കൊക്കെ അതുണ്ട് ഇതുണ്ട്, നമുക്കതില്ല, അങ്ങനത്തെ സംവിധാനങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് നമുക്കില്ലാത്ത പലതും അവർക്കുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവർക്കാർക്കും സ്വപ്നം കാണാനാവാത്ത ഒരു ശക്തി നമുക്കുണ്ട്. ആ ശക്തിയാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോ. ഒന്ന് കൈയടിച്ച് എല്ലാവരും. ആ ശക്തിയാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോ. ആ ഈശോയെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നാം ഒരിക്കലും ദുർബലരാവില്ല. നമ്മെ പരാജയപ്പെടുത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയുകയുമില്ല എന്ന തിരിച്ചറിവ് നേടുക. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ ബലമെന്ന് പറയുക. ഇതാ ഏലിയ എന്ന മനുഷ്യൻ തളർന്ന് മരണം കാത്ത് കഴിയുമ്പോൾ ഏലിയായെ വന്ന് വിളിച്ചുണർത്തി കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു. കർത്താവിൻ്റെ ദൂതൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് ആര് കൊടുത്തു വിട്ടതായിരിക്കും? കർത്താവ് കൊടുത്തു വിട്ടു. കർത്താവ് കൊടുത്തു വിട്ട് അപ്പം കൊടുത്തു. ഇത് കഴിച്ചോളാൻ പറഞ്ഞു. ഇത് കഴിച്ചാൽ നീ ശക്തനാകും. ഏലിയ വിശ്വസിച്ചില്ല. അവന് കിട്ടിയ പാടെ തിന്നു, വീണ്ടും കിടന്നുറങ്ങി. നമ്മളെപ്പോലെയാണ്. വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കും, പിന്നെയും കിടന്നുറങ്ങും. പിന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നമ്മൾ വീണ്ടും തളർന്ന് കിടക്കുകയാണ്. ദൂതൻ വിട്ടില്ല. ദൂതൻ വീണ്ടും അപ്പവും വെള്ളവും കൊണ്ടുവന്നു, വിളിച്ചേൽപ്പിച്ചു, കഴിക്ക്. ഏലിയ പറഞ്ഞ്, ഇത്ര നേരം ഒന്ന് കഴിച്ചതല്ലേ, ഇനിയും കഴിക്കുന്നേ, നീ ശക്തിപ്പെടണം, നിനക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഏലിയായ്ക്ക് വീണ്ടും ദൂതൻ നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്തു, വെള്ളം കുടിച്ചു. ആ ശക്തിയിൽ അവൻ നടന്നു. 1-2 ദിവസങ്ങളല്ല, 40 ദിനരാത്രങ്ങൾ നടന്ന് അവൻ കർത്താവിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് മരുഭൂമിയും താണ്ടാൻ പറ്റും. പരിശുദ്ധ കുർബാനയോട് നിങ്ങൾക്ക് വ്യക്തിപരമായ ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും പിന്നെ പ്രതിസന്ധിയായി നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. മറിച്ച് അവയൊക്കെയും നിങ്ങളെ പരിശുദ്ധ കുർബാനയുടെ ആത്മീയതയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങളായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഏലിയ പ്രവാചകനെ ദൈവമായ കർത്താവ് മരുഭൂമി കടത്താൻ പരിശുദ്ധ കുർബാന നൽകി, കർത്താവിൻ്റെ അപ്പം നൽകി ബലപ്പെടുത്തിയെങ്കിൽ അത് പ്രതീകാത്മകമായൊരു അപ്പം മാത്രമാണ് ഏലിയ കഴിച്ചത്. നാം ഏലിയായേക്കാൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ കർത്താവും രക്ഷകനുമായ ദിവ്യജമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുന്നവരാണ് നമ്മൾ. അതിനേക്കാളും മഹത്തായ ഭാഗ്യമുള്ള ഏതൊരു സമൂഹമാണ് ഉള്ളത്? ഇതിനേക്കാളും ദൈവത്തിന് എങ്ങനെയാണ് നമ്മെ സ്നേഹിക്കാൻ കഴിയുക? ഇതിനേക്കാളും ശക്തമായ രീതിയിൽ ദൈവത്തിന് എങ്ങനെയാണ് നമ്മെ ബലപ്പെടുത്താൻ കഴിയുക എന്നോർക്കുക. ജീവിതത്തിൽ നീ തളർന്നു പോയി എങ്കിൽ പ്രിയ മകനെ, മകളെ, അതിനൊരു കാരണമേ ഉള്ളൂ. നീ പരിശുദ്ധ കുർബാനയിലെ ഈശോ ആരാണ് എന്ന് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്നത് മാത്രമാണ് കാരണം. ഈശോയ്ക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, ഈശോയ്ക്ക് നിന്റെ സങ്കടം മാറ്റാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ താല്പര്യമില്ലാഞ്ഞിട്ടുമല്ല നിന്റെ ജീവിതത്തിൽ കർത്താവിന് കൃപ വർഷിക്കാൻ കഴിയാത്തത്. മറിച്ച് നീ പരിശുദ്ധ കുർബാനയിലെ ഈശോയെ സ്വീകരിക്കാൻ വിശ്വാസത്തിൽ ആഴപ്പെട്ടില്ല.
അതല്ലേ കൊറിന്ത്യ ലേഖനം 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വിവരിച്ചിട്ട് 27-ാം വാക്യമെത്തുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും, നിങ്ങളിൽ പലരും രോഗികളും മരിച്ചവരുമായിരിക്കാൻ കാരണം നിങ്ങൾ അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുന്നത്. അയോഗ്യതയോടെ അപ്പം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹായുടെ ഭാഷയിൽ കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം, പൗലോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു അയോഗ്യതയേ ഉള്ളൂ. അതേതാണ്? വിശ്വസിക്കാതിരിക്കുക. അതാണ് അയോഗ്യത. നീ ഇത് സത്യമായും കർത്താവ് തന്നെയാണ് എന്ന ഉത്തമ വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നിന്റെ പ്രതിസന്ധിക്ക് ഉത്തരം കിട്ടും. ആ വിശ്വാസമുണ്ട് നീ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കും. ഈ വിശ്വാസമുണ്ട് എങ്കിൽ നീ ഭക്തിയാദരങ്ങളോടെ സ്വീകരിക്കും. ഈ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചാണ് ഈ ദൈവജനം ഈ 21 നൂറ്റാണ്ട് ശക്തി പ്രാപിച്ചത് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കും. പരിശുദ്ധ കുർബാനയിലുള്ള വലിയ വിശ്വാസമുള്ള ഒരു സാധാരണക്കാരൻ, റബ്ബർ വെട്ടുന്ന ഒരു മനുഷ്യൻ്റെ അനുഭവം അദ്ദേഹം എന്നോട് പങ്കുവെച്ചത്. അദ്ദേഹം ഇരിട്ടി ഭാഗത്തൊരു ഇടവകക്കാരൻ. അദ്ദേഹം ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദൈവശാസ്ത്രമൊക്കെ പഠിച്ച ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ സ്ലോട്ടർ ടാപ്പിംഗ് എടുത്തതാണ്. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ഒരു മലമുകളിൽ പോയി റബ്ബർ വെട്ടു. റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കവേ പെട്ടെന്ന് എന്തോ കടിച്ചു. നോക്കുമ്പോൾ ഒരു വലിയ പാമ്പാണ്. മൂർഖനാണോ രാജവെമ്പാലയാണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. അത്രയും വലിയൊരു പാമ്പ് പത്തി വിടർത്തി കൊത്തി അതിൻ്റെ വഴിക്ക് പോയി. ഇദ്ദേഹത്തിന് മനസ്സിലായി മരണം തൊട്ടടുത്തെത്തി. ശരീരത്തിനാകെ അസ്വസ്ഥതയായി അദ്ദേഹം താഴെ റബ്ബർ മരത്തെ ചാരിയിരുന്ന് കുരിശ് വരച്ചു, ഈശോ മറിയം ചൊല്ലി. കാരണം തൊട്ടടുത്തെങ്ങും ആളുമില്ല. ഒരു കിലോമീറ്ററെങ്കിലും മലയിറങ്ങി വന്നാലേ ആളുകളുള്ള സ്ഥലമുള്ളൂ. ഇദ്ദേഹം മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പരിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പമാണ് എന്ന തിരുവചനം ഓർത്തു. പരിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പമാണ്. അദ്ദേഹത്തിൻ്റെ മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മനുഷ്യൻ ഒരിക്കലും പരിശുദ്ധ കുർബാന മുടക്കാത്ത മനുഷ്യൻ. 37 കൊല്ലമായി പരിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടക്കാതെ. ഇടവപ്പള്ളി കുർബാന മുടങ്ങിയാൽ അത് അയലോക്കത്തെ പള്ളി നടന്നുപോയി കുർബാന കാണുന്ന മനുഷ്യൻ. ഈ റബ്ബർ വെട്ടിയേച്ചിട്ട് രാവിലെ 4:30 വരെയും 5 മണി വരെയും റബ്ബർ വെട്ടി തീർത്ത് അദ്ദേഹം കുളിച്ച് കുർബാനയ്ക്ക് പോകും. തിരിച്ചു വന്നിട്ടാണ് പാലെടുക്കും. അങ്ങനെ ത്യാഗപൂർവ്വം ജീവിക്കുന്ന മനുഷ്യൻ. താൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാന ഈ പാമ്പിൻ്റെ വിഷത്തെക്കാളും ശക്തമാണ് എന്നാ മനുഷ്യൻ വിശ്വസിച്ചു. അദ്ദേഹം അന്നും പതിവ് പോലെ കുർബാനയ്ക്ക് പോയി, കുളിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ചു. ഇത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് വികാരിച്ചൻ്റെ അടുക്കൽ ചെന്നു. പറഞ്ഞു, വികാരിച്ച എന്നെ പാമ്പ് കടിച്ചു, ഞാൻ ഈശോയിൽ വിശ്വസിച്ചു. വികാരിച്ചൻ പറഞ്ഞു, നിനക്ക് തലയ്ക്ക് ഓളമാണ്, നീ വേഗം പോയി പരിശോധിക്കുക, ഇങ്ങനെ ഇരുന്നാൽ പോരാ. ഡോക്ടർമാർ അതിൻ്റെ അടുക്കൽ വികാരിച്ചൻ തന്നെ അദ്ദേഹത്തെ വണ്ടി വിളിച്ചു വിട്ടു. പരിശോധനയിൽ കണ്ടെത്തി അദ്ദേഹത്തിനെ പാമ്പ് കടിച്ചതിൻ്റെ ഒരു വിഷവും അദ്ദേഹം, മുറിവുണ്ട് പക്ഷേ വിഷമില്ല. നിങ്ങളത് പരീക്ഷിക്കാൻ വേണ്ടി പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കുർബാന സ്വീകരിച്ചിട്ട് പാമ്പിനെ കൊണ്ട് കടിപ്പിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് പ്രതിസന്ധിക്കുമുള്ള ഉത്തരമാണ് എന്ന ബോധ്യം. ഒരച്ഛൻ എന്നോട് ഈ അടുത്ത നാളിൽ പറഞ്ഞു, അച്ഛൻ്റെ അമ്മ അച്ഛനെ ശാസിച്ച ഒരു കാര്യം. ഒരു സീനിയർ അച്ഛൻ. ഈ അച്ഛൻ ഓരോ വഴിക്കൊക്കെ നടന്ന് പൗരോഹിത്യം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. എന്നിട്ട് അമ്മയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പം അപ്പൻ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ. ഒരു 10-50 കൊല്ലം മുമ്പത്തെ സംഭവം. നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞു. അമ്മയുടെ അടുക്കൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ ധൈര്യമുണ്ട് ഉപേക്ഷിക്കട. പരിശുദ്ധ കുർബാനയാണ്
നീ ഇന്ന് രാവിലെ കയ്യിലെടുത്തത് എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നീ തലകുത്തി നിന്നാലും നിനക്ക് പൗരോഹിത്യം ഉപേക്ഷിക്കാൻ പറ്റിയല്ല. നീ ധൈര്യമുണ്ടോ ഒന്ന് ഉപേക്ഷിച്ചിട്ട് വാ. ഈ അച്ഛൻ പറഞ്ഞു, എനിക്ക് അതുവരെയും വലിയ വിശ്വാസമില്ലായിരുന്നു. ഈ അമ്മയുടെ ധൈര്യം കണ്ടതേ ഞാൻ തീരുമാനമെടുത്തു, ഞാൻ പൗരോഹിത്യം ഉപേക്ഷിക്കുക. പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ച അച്ഛനാണ് എന്നോടിത് പറഞ്ഞത്. പ്രിയപ്പെട്ട അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങളുടെ ഈ വിശ്വാസമാണ് ഈ അതിരൂപതയുടെ ഏറ്റവും വലിയ കരുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പരിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ, ഈ പരിശുദ്ധ കുർബാനയിൽ നാം പങ്കുചേരുമ്പോൾ, ഏലിയാ പ്രവാചകനിലൂടെ ദൈവം മൂന്നാമതൊരു സത്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കുർബാനയെക്കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഏലിയ 40 ദിനരാത്രങ്ങൾ നടന്നു. എന്നിട്ട് ഹോറബിൽ കർത്താവിൻ്റെ മലയിൽ ഒരു ഗുഹയിലെത്തി. ആ ഗുഹയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഏലിയായെ ദൈവം വിളിച്ചു. ഏലിയ, നീ അവിടെ എന്തെടുക്കുകയാണ്? കർമ്മലീത്താക്കാർ സിസ്റ്റേഴ്സൊക്കെ ഇവിടെയുണ്ട്. കർമ്മലീത്താക്കാരുടെ ആപ്തവാക്യം എന്താണ്? സേലു സലാത്തും സലാത്തോസും, അല്ലേ? കർത്താവിനോടുള്ള തീഷ്ണതയെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. ഏലിയാ പ്രവാചകന്റെ വാക്കാണ്. ഏലിയ പറഞ്ഞു, കർത്താവെ, അങ്ങയോടുള്ള തീഷ്ണതയെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. ദൈവം ചോദിച്ചു, നിനക്കെന്നെ കാണണം? ഏലിയ പറഞ്ഞു, കാണണം. ദൈവത്തെ കാണുക എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമല്ല. ഇന്ന് ആ ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങി നിന്ന്, ഇപ്പം ഞാൻ ആ വഴിക്ക് പോവും, പെട്ടെന്ന് കണ്ടോളാൻ വരും. ഏലിയ ചാടി പുറത്തിറങ്ങി നോക്കി. ആദ്യം ഭയാനകമായൊരു ഭൂകമ്പം വന്നു. വലിയ മലകളടക്കം ഇടിഞ്ഞു വീഴും. നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിൽ സംഭവിച്ചത് നമ്മൾ TV കണ്ടു. ഉയ്യോ, മലയൊക്കെ ഇങ്ങനെ അതേപടി ഊർന്നു പോകുന്നു. അതുപോലെ ഏലിയായുടെ മുമ്പിൽ ഏലിയായ്ക്ക് മനസ്സിലായി, ദൈവം കൊള്ളാം, ശക്തൻ. ദൈവം ഒന്ന് നടന്നപ്പോൾ ആ പ്രദേശം മുഴുവനും തകർന്ന തരിപ്പണമായി. ശക്തനായ ദൈവം. ഏലിയ ഇങ്ങനെ സന്തോഷിച്ച് ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ ഏലിയയുടെ ദൈവം പറഞ്ഞു, എടാ, അത് ഭൂകമ്പമാണ്, ഞാനല്ല, അത് ഞാനല്ല, എൻ്റെ സാന്നിധ്യം അവിടെയില്ല, നീ ചുമ്മാ തെറ്റിദ്ധരിക്കരുത്. പിന്നാലെ വന്നത് കൊടുങ്കാറ്റാണ്. കാരകിൽ മരങ്ങളെ പിഴുതെറിയുന്ന ഭയാനകമായ കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റ് വന്നപ്പോഴും ഏലിയാ പ്രവാചകൻ വിചാരിച്ചു, ഭൂകമ്പം അല്ലേലും മരഞ്ഞ ഒരു പരിപാടിയാണ്, ഈ കൊടുങ്കാറ്റ് കൊള്ളാം, ശക്തം. ദൈവം പറഞ്ഞു, അത് ഞാനല്ല, അത് വെറും കാറ്റാണ്, നീ അതിനെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. വീണ്ടും വലിയ അഗ്നിവർഷം സംഭവിച്ചു. വലിയ തീ ആളിക്കത്തി മുമ്പോട്ട് കടന്നു. ദൈവം അഗ്നിയാണ്. അഗ്നിരൂപനായ ദൈവത്തെ കണ്ട് ഏലിയ വണങ്ങി. ദൈവം പറഞ്ഞു, അത് ഞാനല്ല, നീ എന്നെ അങ്ങനെ നോക്കരുത്, ഞാൻ അഗ്നിയുമല്ല. പിന്നെ ആരാണ് ദൈവമേ നീ? സൂക്ഷിച്ചു നോക്കൂ. ഒരു ചെറിയ ഇളങ്കാറ്റ്, ഒരു പുല്ലിനെ പോലും നോവിക്കാതെ ഒരു ചെറിയ മന്ദമാരുതനായി, ഒരിളം തന്നലായി ദൈവം കടന്നു. അപ്പോൾ ഏലിയായോട് ദൈവം പറഞ്ഞു, ഏലിയ, ഇതാണ് ഞാൻ, ഇതാണ് ഞാൻ. ഏലിയായെ ദൈവം തിരുത്തിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൽ വിശ്വാസം വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ഒരു രോഗം പെട്ടെന്ന് അത്ഭുതകരമായി സുഖപ്പെട്ട് കഴിയുമ്പോൾ. നമുക്ക് 50 ലക്ഷം കടബാധ്യതയുണ്ടായിരുന്നു. ലോട്ടറി അടിച്ച് 50 ലക്ഷത്തിൻ്റെ കടം വീടുകയും വീണ്ടും ഒരു 25 ലക്ഷം നമുക്ക് ലാവിഷായിട്ട് ചെലവഴിക്കാൻ മിച്ചം കിട്ടുകയും ചെയ്തപ്പോൾ നമുക്ക് ദൈവപരിപാലനയിൽ വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഹാത്ഭുതം നമ്മുടെ മുമ്പിൽ സംഭവിച്ചാൽ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കും. നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു ദൈവത്തെയാണ്. ഒരിക്കലൊരു ധ്യാനാവസരത്തിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഈ ഒടേ തമ്പുരാന് നല്ല അവസരങ്ങളൊക്കെ ചുമ്മാ പാഴാക്കി കളഞ്ഞു.
അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ മരിച്ചടക്കിൻ്റെ സമയമാണ്. പുള്ളി പറഞ്ഞു, ലോക നേതാക്കൾ മുഴുവൻ റോമിൽ വന്നിരിക്കുന്നു, സകലമാന ടി വിക്കാരെ അങ്ങോട്ട് പിടിച്ചിരിക്കുന്നു, ലോകത്തെ 600 കോടി മനുഷ്യർ വന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കും. ആ നേരത്ത് ദൈവത്തിന് ആകാശത്തിൽ ഒരു വലിയ കുരിശങ്ങ് തെളിയിക്കുക, വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും എന്ന് അനേകം ഭാഷകളിൽ ഒരു അരുളപ്പാടം കൊടുക്കുക. നമ്മൾ ഒരു മെനക്കേടും ഇല്ലാതെ പെട്ടെന്ന് എല്ലാവരും സത്യദൈവത്തെ തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുമായിരുന്നില്ലേ? ഇതാണ് ആ ചേട്ടൻ എന്നോട് ആത്മാർത്ഥത കൊണ്ട് ചോദിക്കുന്നതല്ലാണ്ട് ദുഷ്ടതയൊന്നുമില്ല പാവം. പക്ഷേ നമ്മുടെ ദൈവം അത്തരത്തിലൊരു ദൈവമല്ല. നമ്മുടെ ദൈവം ശാന്തനായി, ഒരു മന്ദമാരുതനായി, ഒരു പുല്ലിനെ പോലും മറിച്ചിടാതെ കടന്നു പോകുമ്പോൾ ആ ദൈവത്തെ നാം പുതിയ നിയമത്തിൽ കാണുന്നത് പരിശുദ്ധ കുർബാനയായിട്ടാണ്. എത്രയോ നിസ്സാരമാണ്. ഇതിനെ ദൈവമെന്ന് വിളിക്കാൻ പോലും തോന്നാത്തത്ര നിസ്സാരതയിൽ പരിശുദ്ധ കുർബാനയായി ഈശോ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെ നോക്കിയിരിക്കുമ്പോൾ മഹാത്ഭുതങ്ങൾ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരികയില്ല, കൊടുങ്കാറ്റ് ശാന്തമായെന്ന് വരികയില്ല. പക്ഷെ നമ്മുടെ മനസ്സിലെ കൊടുങ്കാറ്റുകൾ ശമിക്കുന്നത് കാണാം. സഹനങ്ങളെല്ലാം പൂർണ്ണമായി എടുത്തു മാറ്റപ്പെട്ടു എന്ന് വരികയില്ല. പക്ഷേ ആ സഹനത്തിൻ്റെ രക്ഷാകരമായ അർത്ഥം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എൻ്റെ ഒരു കൊള്ളി കണ്ണുനീര് പോലും പാഴായി പോയിട്ടില്ല എന്ന പരമാർത്ഥമായ സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും സ്വർഗത്തിൽ അവിടുന്ന് എനിക്കായി പ്രതിഫലം കരുതി വച്ചിട്ടുണ്ട് എന്ന്. തിരുനാമത്തിൻ്റെ സ്തുതിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന സകല ശുശ്രൂഷകളെയും സ്വർഗം അങ്ങേയറ്റം വിലമതിക്കുന്നുണ്ട് എന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പറഞ്ഞു തരും. അപ്രകാരം ഈ ഏലിയായെ ദൈവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവസങ്കല്പമുണ്ട്. ആ ദൈവസങ്കല്പം ഞാൻ വിചാരിക്കുന്നു അത് പുതിയ നിയമത്തിൽ പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാനയാകുന്ന ദൈവത്തെ കണ്ടെത്താൻ പഠിക്കുക. പരിശുദ്ധ കുർബാനയാകുന്ന ഈ ദൈവത്തെ കണ്ടെത്തുന്ന പരിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികത. പ്രിയപ്പെട്ടവരെ, ഈ 3 സത്യങ്ങളാണ് ഏലിയായുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഈ സത്യം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ ഓരോ ഇടവക പള്ളിയിലും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിലൂടെയാണ് എന്ന സത്യം ഓർക്കുക. നമ്മൾ തലശ്ശേരി അതിരൂപത സിറോ മലബാർ സഭയിൽപ്പെട്ട ഒരു രൂപതയാണ്, അല്ലേ? സിറോ മലബാർ സഭയിലെ ഒരു രൂപതയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഇതുപോലെ 24 റീത്തുകളുണ്ട്. ആ 24 റീത്തുകളെ 24 റീത്തുകളാക്കി മാറ്റുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അവരുടെ പരിശുദ്ധ കുർബാന അർപ്പണത്തിലെ വ്യത്യാസങ്ങൾ. സിറോ മലബാർ സഭാംഗങ്ങളായ നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെ ഈ ഭൂമിയിൽ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. കാരണം എന്താണെന്നോ, പരിശുദ്ധ കുർബാന എല്ലാ റീത്തുകളിലും ഉണ്ട് എങ്കിലും ഈശോ മിശിഹായുടെ കാലം മുതലേ ഒരേ പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കൃപ ദൈവം തന്നിരിക്കുന്നത് പൗരസ്ത്യ സുറിയാനി സഭയിലെ അംഗങ്ങളായ നമുക്കാണ്. ഈശോയുടെ 72 ശിഷ്യന്മാരിൽപ്പെട്ട അദ്ദായി, മാറി എന്നീ ശ്ലീഹന്മാർ രചിച്ച ഈ പരിശുദ്ധ കുർബാന നമ്മുടെ പിതാവായ തോമാ ശ്ലീഹായുടെ സഹപ്രവർത്തകരായിരുന്നവർ. ആ ആരാധനാക്രമം തോമാ ശ്ലീഹ പോയിടത്തെല്ലാം തോമാ ശ്ലീഹ നൽകി. അങ്ങനെയാണ് കൽദായ നാട്ടിലും ഭാരത മണ്ണിലും ഈ പരിശുദ്ധ കുർബാന രൂപം കൊണ്ടത്. ഇതേക്കുറിച്ച് പഠിച്ച
മഹാപണ്ഡിതന്മാരെല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ഇന്ന് നിലവിലുള്ള എല്ലാ രൂപങ്ങളിലും വെച്ച് ഏറ്റവും പൗരാണികമായിട്ടുള്ളതും ഈശോമിശിഹായുടെ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതുമായ ആരാധനാക്രമം അത് പൗരസ്ത്യ സുറിയാനി സഭയുടെ അദ്ദായി മാറി അനാഫൊറയാണ്. ആ പരിശുദ്ധ കുർബാനയാണ് നമ്മളെല്ലാ ദിവസവും ചൊല്ലുന്നതും പങ്കുചേരുന്നതും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ചെറിയ സഭയാണ്. പക്ഷേ നമ്മുടെ സഭയെ ദൈവം എത്രമാത്രം അനുഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഈശോമിശിഹ ചൊല്ലിയ കൂദാശവചനങ്ങൾ ഈശോ ഉച്ചരിച്ച ഭാഷയിൽ ഉച്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സഭാസമൂഹം. ഈശോ പരിശുദ്ധ കുർബാനയായി എപ്രകാരം വിഭാവനം ചെയ്തുവോ അത് ഈശോയുടെ അരുമ ശിഷ്യന്മാർ രൂപപ്പെടുത്തിയ ഒരു ആരാധനാക്രമം. ആ ആരാധനാക്രമമുള്ളത് നമ്മുടെ സഭയിലാണ് എന്നുള്ളതിനെ ഓർത്ത് നാം ദൈവത്തിന് എത്രമാത്രം നന്ദി പറയും. പരിശുദ്ധ കുർബാന നമ്മുടെ ഈ പൗരസ്ത്യ സുറിയാനി സഭയുടെ ആരാധനാക്രമത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഈശോയുടെ ജനനം മുതൽ ക്രിസ്തു രഹസ്യം മുഴുവനും ഈ അൾത്താരയിൽ ജീവിക്കുക. ഈ അൾത്താരയിൽ ഈശോ വന്ന് പിറന്നുകൊണ്ടാണ് കുർബാന ആരംഭിക്കുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്, അല്ലേ? അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ക്രിസ്തുമസിനെ സൂചിപ്പിക്കും. ഈശോയുടെ ജനനമാണ്. തുടർന്ന് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി ഈശോ എന്ന ദൈവപുത്രൻ്റെ വരവിലൂടെ നമ്മൾ ദൈവമക്കളാക്കപ്പെട്ടതിനെ ആഘോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ സർവാധിപനാം പാടും, പരിശുദ്ധൻ പാടി സ്തുതിക്കും, വചനം കേൾക്കും. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിടുമേ മനമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ.